എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയോട് എന്താണ് സംഭവിച്ചത് എന്ന് നന്ദു ചോദിക്കുമ്പം ഇതെനിക്കറിയത്തില്ല മോളെ, എങ്ങനെയാണ് സ്വർണം വണ്ടി വന്നതെന്ന് എനിക്കറിയില്ല എന്ന് നയന പറയുന്നു. അത് കഴിഞ്ഞ് ഡ്രൈവറോട് ചോദിക്കുമ്പം ഡ്രൈവറും പറയുന്നുണ്ട് അതെങ്ങനെയാണ് വണ്ടി വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ വണ്ടി കഴുകുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം വണ്ടിയിലില്ലായിരുന്നു എന്ന് പറയുമ്പം CA ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നീ ബാക്കിൽ ഡിക്കിയിലെ ഷീറ്റൊക്കെ പൊക്കി കഴിയുമോ? ഇല്ലല്ലോ, അതിൻ്റെ അടിയിലല്ലേ സ്വർണ്ണം വരുന്നത്, അത് പിന്നെ നീ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് അയാൾ പിന്നെ ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുവാണ്, നീയും ഇവളുടെ കൂടെയല്ലേ വന്നത്, രണ്ടും കൂടെ ഒത്താശ ചെയ്ത് ഓരോന്ന് ചെയ്ത് ഒപ്പിച്ചതല്ലേ എന്നുള്ള രീതിയിൽ ഡ്രൈവറേയും കൊടുക്കുന്ന രീതിയിലാണ് പിന്നീട് CA സംസാരിക്കുന്നത്. ഏതായാലും നന്ദുവിനോട് പറയുന്നുണ്ട് ചേച്ചിയാണ്, കുടുംബക്കാരാണ് എന്നുള്ള പരിഗണനയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നന്ദന തന്നെ കണ്ടുപിടിക്കണം ഈ സ്വർണം എവിടുന്നാണ് വന്നതെന്ന്, ആ ഉത്തരവാദിത്തം തനിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരങ്ങ് പോയി കഴിയുമ്പോൾ ആകെ വിഷമിച്ച് ഇങ്ങനെ നോക്കുവാണ് നന്ദു നയനയുടെ മുഖത്തേക്ക്. അന്നേരം നയന പറയുന്നുണ്ട് മോളെ, ഇത് എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്, ഞാനല്ലായിരുന്നു അവരുടെ ടാർഗറ്റ്, ആദർശേട്ടനായിരുന്നു. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്, ഞങ്ങളുടെ കൂടെ ആദർശേട്ടനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ആദർശേട്ടന് ഒരു കോൾ വന്നതുകൊണ്ട്, ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ആദർശേട്ടൻ വഴിയിൽ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ആദർശേട്ടനും ഇതിൻ്റെ അകത്ത് കുടുങ്ങിയേനെ, ഞാനും ആദർശേട്ടനും ഒരുമിച്ച് ഇവിടെ കിടക്കേണ്ടി വന്നേനെ. ഇപ്പം ആദർശേട്ടൻ രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ട് ആദർശേട്ടൻ്റെ പേര് പറയണ്ട, അവരുടെ ഉദ്ദേശവും ആദർശേട്ടൻ തന്നെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദുവും അത് സമ്മതിക്കുന്നുണ്ട്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിലാണ് നന്ദു. അതുപോലെ ആദർശ് സേവ്യറിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. കോളിംഗ് ബെൽ അടിക്കുമ്പം പുറത്തേക്ക് ദാമുവും അതുപോലെ എലിസബത്തും എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നയനി എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇതുവരെ വന്നില്ലേ, ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരുന്നല്ലോ ഡ്രൈവറുടെ കൂടെ, ഞാൻ പറഞ്ഞു വിട്ട സമയം വെച്ച് ഇപ്പം ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു, ഒരു 2-3 മണിക്കൂർ മുമ്പേ എത്തേണ്ടതായിരുന്നു എന്നൊക്കെ ആദർശ് പറയുന്നു. പിന്നെ നയന എത്താത്തതുകൊണ്ട് ടെൻഷൻ ആയതുകൊണ്ട് ഇനി വീട്ടിൽ പോയതാണോ എന്നറിയാൻ വേണ്ടി കനകയെ വിളിച്ചു ചോദിക്കും. അന്നേരം കനക നയന അവിടെ വന്നിട്ടില്ല എന്ന് പറയുമ്പം എന്നാൽ കല്യാണിയുടെ അടുത്ത് പോയതായിരിക്കും, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദർശ് ഫോൺ വയ്ക്കും. അത് കഴിഞ്ഞ് കല്യാണിയെ വിളിക്കും. അന്നേരം കല്യാണിയുടെ അടുത്തും ചെന്നിട്ടില്ല എന്നറിയുമ്പോഴേക്കും ആകെ ടെൻഷൻ, ഇതിപ്പോൾ എവിടെ പോയി, ഈ ഒരു അവസ്ഥയിൽ അവൾ വേറെ ഒരിടത്തും പോകേണ്ടതല്ലല്ലോ, ഇതിനിടയ്ക്ക് അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആദർശും ടെൻഷൻ ആകുന്നുണ്ട്. ഈ സമയം നയനയും നന്ദുവും കൂടി ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. CA മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഇനി ആദർശേട്ടൻ വന്നു കഴിയുമ്പം ആദർശേട്ടൻ ഈ കുറ്റം ഏറ്റെടുക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത്, അതുകൊണ്ട് ആദർശേട്ടനോട് അത് നേരത്തെ വിളിച്ച് പറയണമെന്നൊക്കെ നയന നന്ദുവിനോട് പറയുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും CA അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും ഇതെന്താ കേസ് അന്വേഷണത്തെക്കുറിച്ചാണോ ചോദിക്കുന്നത്, അതോ കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണോ എന്ന് ചോദിക്കും. അത് കഴിയുമ്പം നന്ദു പറയുന്നുണ്ട് സാർ, ചേച്ചി നിരപരാധിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്, ഇത് ചതിച്ചതാണ് എന്ന് പറയുമ്പം ചതിയൊക്കെ തന്നെയാണ്, രേഖകളില്ലാതെ സ്വർണം കടത്തുന്നത് ചതിയാണ്, അത് ചെയ്തത് ഇവള് തന്നെയാണ്, അതെനിക്ക് ഉറപ്പുണ്ട്, ഏതായാലും ചോദ്യം ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല ചേച്ചിക്ക് ഇത് അറിയത്തില്ലെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നേരെ ആ ലോക്കപ്പിലേക്ക് കയറ്റിക്കോ എന്ന് പറയും. അന്നേരം നന്ദു പറയും ചേച്ചിക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലിനെ നേരിടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനോ പറ്റുന്നൊരു അവസ്ഥയിലല്ല എന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് CA പറയുന്നത്. അപ്പം സെല്ലിലേക്ക് കയറ്റണോ പുറത്തിരുത്തിയാൽ പോരെ എന്ന് ചോദിക്കുമ്പം കുടുംബക്കാർക്ക് പ്രത്യേക പരിഗണനയൊന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് നയന അവിടെ സെല്ലിലോട്ട് കയറാൻ പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട് സാറേ, എനിക്കതിന് പേടിയൊന്നുമില്ല, സാർ ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനും നോക്കണ്ട, ഇത് ചതിയാണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ ഒരു ദേഷ്യത്തിന് CA പറയുവാണ് അവൾക്കല്ലേ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളൂ, ഇവൻ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നീ ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞ് അയാളെ വിളിക്കും. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് സ്വർണ്ണം എവിടുന്നാണ് കിട്ടിയതെന്നൊക്കെ. എന്നിട്ട് 2-3 അടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം നയന പറയും അയാൾ നിരപരാധി, അയാളെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ നീ എന്നെ പോലീസിനെ പേടിപ്പിക്കുവാണോ, എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീ കൂടുതൽ പേടിപ്പിക്കാൻ വരണ്ട, ഏതായാലും രണ്ടും സെല്ലിൽ കിടക്ക്, നാളെ കോടതിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുവാണ്. ഏതായാലും നയനയും ആ ഡ്രൈവറെ ഒരുമിച്ച് ഒരു സെല്ലിലാക്കുന്നു. ആകെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ് നന്ദു. അതുപോലെ നയന ഡ്രൈവറോട് പറയുന്നുണ്ട് ക്ഷമിക്കണം, ഇതിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയായി പോയതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പം സാരമില്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ മേഡം, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഡ്രൈവറും പറയുന്നുണ്ട്. എന്താണെങ്കിലും നയനയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ആകെ വിഷമമാവുന്ന നന്ദു റൂമിൽ വന്നതിന് ശേഷം കുറേ നേരം സങ്കടപ്പെട്ട് കരയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നവീനെ വിളിക്കുവാണ്. നവീൻ സ്റ്റേഷനിലേക്ക് എത്തുമ്പം അവിടെ നിന്ന് AIC പറയുന്നുണ്ട് ഇപ്പം തന്നെ ഈ വക്കീൽ വരുമെന്ന് എനിക്കറിയായിരുന്നു എന്ന്. ഏതായാലും നവീനോട് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, എത്രയും പെട്ടെന്നൊന്ന് സ്റ്റേഷനിലേക്ക് വരാമോ എന്ന് മാത്രമേ നന്ദു ചോദിച്ചിട്ടുള്ളായിരുന്നു. വിശദമായ വിവരങ്ങൾ പറയുന്ന AIC ആണ്. അതായത് കേൾക്കുന്നത് നവീൻ പറയുന്നുണ്ട് നയനയെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇത് ഒരു ചതിയാണെന്ന്, നയന അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയുമ്പോൾ
പറയുമ്പം ASA പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന CA ഒരു കരടിയാണ്, അയാളുടെ അടുത്ത് ഒരു കാര്യവും നടക്കുകയില്ല, FIR ഇട്ടേക്കുന്നത് ജാമ്യം കിട്ടാത്ത രീതിയിലാണ്, മിക്കവാറും അകത്ത് പോകേണ്ടി വരും, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ASA പറയുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം നവീൻ നന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്നു. നന്ദു ആകെ ടെൻഷനിലാണ്. നവീനേട്ടാ ഇനി എന്താ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല, FIRൽ ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പും ചേർത്തിട്ടില്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പം CA പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ നവീൻ. അയാൾ ഒരു കഴുകനാണ്, അയാളുടെ സ്വഭാവം അത്ര സെറ്റല്ല എന്ന് നന്ദു പറയുന്നുണ്ട്. അന്നേരം നവീൻ പറയുന്നുണ്ട് നയനെപ്പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, നയനെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നയനെ പുറത്തിറക്കാൻ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുമ്പം നവീൻ എൻ്റെ കയ്യിൽ ഇനി എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പം നവീൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ഒരു വിഷമം വന്നാൽ, നിൻ്റെ വീട്ടുകാർക്ക് ഒരു വിഷമം എന്ന് വന്നാൽ വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ഞാൻ ഇറങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നവീൻ പോകുന്നത്. ഏതായാലും നന്ദുവിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നവീൻ. നേരെ CA കാണാൻ പോകുന്നു. CAയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോഴും CA ഈ മുരട്ട് വാദങ്ങളൊക്കെയാണ് പറയുന്നത്. അന്നേരം നവീൻ പറയുന്നുണ്ട് ഒരിക്കലും ആ പെൺകുട്ടി ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്ന് അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അവർ നല്ലൊരു ഡിസൈനറാണ്, ഒരു വീട്ടമ്മയാണ്, പ്രഗ്നൻ്റ് ആണ്, ഈ സമയത്ത് ഈ ഒരു പരിപാടി ചെയ്യുന്ന കുട്ടിയല്ല അവൾ. അവളുടെ രീതികൾ, അവളുടെ ഹിസ്റ്ററി മനസ്സിലാക്കുന്ന ആർക്കും ഇതൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ അവളുടെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയത്തില്ല, അവൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവളെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഇവിടുന്ന് ജാമ്യം തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കോടതിയിൽ നിങ്ങളുടെ വാദം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവിടുന്ന് വേണമെങ്കിൽ ജാമ്യം എടുത്തു, അതേ നടക്കുകയുള്ളൂ എന്ന് തന്നെ പറയുന്നു. അന്നേരം നവീൻ ചോദിക്കുന്നുണ്ട് ഈ അറസ്റ്റ് നടത്തിയതിന് സാറിന് നല്ല പൈസ കിട്ടിയില്ലേ എന്ന്. അന്നേരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയരുത്, എനിക്ക് ദേഷ്യം വരും, എനിക്ക് ട്രാൻസ്ഫർ അത്ര പുത്തിരിയൊന്നുമല്ല, ഈ വർഷം തന്നെ 3ാമത്തെ ട്രാൻസ്ഫറാണ് എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടാണ് നവീൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേക്ക് ആദർശ് അങ്ങോട്ട് വരും. ആദർശ് ആകെ ടെൻഷനിലാണ്, കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ആദർശ് വന്നേക്കുന്നത്. അത് മനസ്സിലാക്കുന്ന നവീൻ പറയുന്നുണ്ട് ആദർശേട്ടൻ പൊട്ടത്തരമൊന്നും പോയി അകത്ത് പറഞ്ഞേക്കരുത്, എന്താണ് പറയേണ്ടത് എന്ന് നന്ദു വിളിച്ചപ്പോൾ പറഞ്ഞു തന്നതല്ലേ, ആ രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ, ആദർശേട്ടൻ ആ വണ്ടിയിലില്ലായിരുന്നു എന്ന് തന്നെ പറയാവുള്ളൂ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, ഞാൻ കുറ്റം ഏറ്റെടുത്തോളാം, അവളെ ഈ അവസ്ഥയിൽ ഇവിടെ ഇരുത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട് ഇനി കാര്യങ്ങൾ മാറ്റി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകത്ത് കിടക്കേണ്ടി വരും, അതുകൊണ്ട് ആദർശേട്ടൻ ആ രീതിയിൽ സംസാരിക്കരുത്, പിന്നെ ഇന്നൊരു ദിവസം നയന ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും, നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല, നാളെ അവർ കോടതിയിൽ ഹാജരാക്കുള്ളൂ, അവിടുന്ന് എന്ത് റിസ്ക് എടുത്തും നയനെ നമ്മൾ പുറത്ത് കൊണ്ടുവരും, അതുമാത്രം ആദർശേട്ടൻ മനസ്സിൽ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട് ആദർശന് നവീൻ. എന്നാലും ആദർശന് ആകെ ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ നവീൻ പിന്നെയും പറയുന്നുണ്ട് ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ കേസായിരുന്നു അനിയയുടെ, ആ അവസ്ഥയിൽ നിന്ന് അവനെയും വീട്ടുകാരെയും എല്ലാവരെയും ഒരു പോറൽ പോലും സംഭവിക്കാതെ ഞാൻ പുറത്ത് കൊണ്ടുവന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുകയുള്ളൂ, അതുകൊണ്ട് ആദർശേട്ടൻ ടെൻഷൻ ആകണ്ട, ഇന്നൊരു ദിവസം ഒന്ന് ക്ഷമിക്കുക, നമുക്ക് നാളെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് നവീൻ ആദർശിനെ. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.